ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ആലപ്പുഴ പാലക്കാട് LDC എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ ബി, ഡി സുനന്ദാമ്മ. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉറുദു പത്രം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. സന്യാസന്റെ തത്വങ്ങൾ ഏവ? 1, 2, 3. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? നാങ്കിങ് ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു: ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? പ്രൊവിഷണൽ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കാക്കിനട, പുതുച്ചേരിയാണ്. ഫൈനൽ ആൻസർ കീഴിൽ ഈ ആൻസർ മിക്കവാറും ചേഞ്ച് ആവുമായിരിക്കും. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 66.5 ഡിഗ്രി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗം അല്ലാത്തത്? ദേശീയ കുടുംബാരോഗ്യ സർവേ. ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. അത് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി, 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിൻ്റെ ആൻസറും ഫൈനൽ ആൻസർ കീഴിൽ മിക്കവാറും ചേഞ്ച് ആവും. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്? ജനാധിപത്യം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ഡി, 1, 2, 4 മാത്രം. രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ആണ്? ഓപ്ഷൻ സി 2, 3, 4 മാത്രം. രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ: രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രി. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി 1, 3. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ്? കേരളം. താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കണ്ടൽ കാടുകളുടെ സംരക്ഷണം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ശ്രീ പിണറായി വിജയൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 4 മാത്രം. ഈ ആൻസർ തെറ്റാണ്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരേണ്ടിയിരുന്നത് 2, 3 ആണ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഇവിടെ 2, 3 ആണ്. അത് ഈ ഓപ്ഷൻസിൽ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ഡിലീറ്റ് ആവുമായിരിക്കും. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? പാർക്കിൻസൺസ്. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏത്? സോറിയാസിസ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ? മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. സ്ഥൂല ധാതുക്കൾ ഏതൊക്കെ? കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് അറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസ് CCRIS കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ആൻസർ പ്രകീർണനമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി വിസരണം എന്നാണ്. അതുകൊണ്ട് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആവും. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ:
ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത്? പാസ്കൽസ് നിയമം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ചാന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് എന്ത്? വിക്രം. ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്ത്? ഓഗനസൺ. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത്? 1HNO3 3HCl. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹെൻറി മോസ്ലി ആറ്റോമിക നമ്പർ, മെൻഡലിയേഫ് ആറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡോബറൈനർ ത്രികങ്ങൾ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ക്രോമിയം. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഓപ്ഷൻ ഡി. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചന മാത്രം ഉൾപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഋഷ്യാശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം 87.58 മീറ്റർ. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ അൺടിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാര്? അയ്യപ്പ പണിക്കർ. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രാമപുരത്ത് വാര്യർ കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ പറുദീസ നഷ്ടം, കാളിദാസൻ ഋതുസംഹാരം. കാളിദാസന്റെ രചനകളുടെ കോഡ് ഷോർട്സിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1 മാത്രം. ശരിയായ പ്രസ്താവന: ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? ഫങ്ഷൻസ്. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഗൂഗിൾ ക്രോം. പോക്സ്കോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വിഭാഗം 14. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? വിഭാഗം 3. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? മനുഷ്യ അവകാശ സംരക്ഷണ നിയമം 1993. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 25,000 രൂപ. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്?
ഓപ്ഷൻ ബി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ ഇതാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അത്. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. അടുത്ത പോയിന്റ്, ഈ ബി എന്ന് എഴുതിയിരിക്കുന്നത് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇത്രയേ ഉള്ളൂ. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. ഇനി അടുത്തത് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ആണ്. മാത്സ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് വീണ്ടും വെറുതെ വായിച്ച് സമയം കളയുന്നില്ല. ഇനി അടുത്തത് ഇംഗ്ലീഷ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി കെയിം എയർലി ഡാഷ്. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഓപ്ഷൻ സി, ഡിഡിൻറ്റ് ഹി. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്റ്റ്. ചൂസ് ദ റൈറ്റ് വെർബ്. വുഡ് കംപ്ലീറ്റ്. One of my friends dashed with me yesterday. Choose the right option. Was. I am sure that somebody was spying dash us. Choose the correct preposition on. They said we arrived late. Change the speech. They said that they had arrived late. Which is the synonym for the word resemblance? Similarity. Identify the meaning of the idiom a piece of cake. Very easy task. A group of monkeys is called troop. The fear of the dark is known as nyctophobia. Write the one-word substitute for the art related to decorative and beautiful handwriting, calligraphy. അടുത്തത് മലയാളം പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത്? ഓപ്ഷൻ ഡി, ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്